ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും റെഡി ആവുകയാണ്, അതിൻ്റെ തിരക്കിലാട്ടോ. ഞങ്ങൾ അനിയത്തിയൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകണം, അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. കാരണം നമ്മളൊക്കെ വർഷത്തിലൊരിക്കലാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ, അതിരാവിലെ എഴുന്നേറ്റു. അപ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിട്ടോ. അപ്പോൾ അതേ അശുമോന് അവന് ഓൾറെഡി പട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പട്ടി വന്നപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ 2 വണ്ടി കൊണ്ടാട്ട് പോണേ. അനിയത്തിയൊക്കെ വന്നതും അവരുടെ വണ്ടിയും പിന്നെ നമ്മുടെ വണ്ടിയും. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ 10 പേരാട്ടോ പോകുന്നത്. അച്ഛനും അമ്മയും ആങ്ങളെയും ഉണ്ട്, പിന്നെ അവർ ഫാമിലി, ഞങ്ങൾ ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാവിലെ തന്നെ നമ്മൾ റെഡിയായി യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേരൻസിൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നിടത്തോളം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് അവർക്കും ഒരു സന്തോഷമാകുമല്ലോ. അപ്പോൾ ഇതൊന്നും നമുക്ക് എപ്പോഴും നമ്മൾ അവരുടെ അടുത്തും ഇല്ല. വരുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക, അതൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിമകനൊക്കെ കഴിഞ്ഞിങ്ങ് വന്ന ഒരു സ്ഥലത്ത് രാവിലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാം എടുത്തു വെക്കാം കേട്ടോ. അപ്പോൾ വഴി സൈഡിൽ തന്നെ നിന്ന് നമ്മൾ വേഗത്തിൽ കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ചപ്പാത്തിയും പോത്ത് കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരുമിച്ചുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. അപ്പം രാവിലെ ഹോട്ടലിൽ കയറണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്ലാസ് ചായയും കൂടെ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ചായയും വേറൊരു കടയിൽ വന്നിട്ട് നമ്മൾ കുടിച്ചിട്ട് നല്ല ചൂടൻ ചായയും. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ഫൈനലി നമ്മുടെ ലുലു മാളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി, ഇവർ കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് അപ്പുറത്തോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ പതുക്കെ അമ്മേനെയും കൊണ്ട് പോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഒന്നും അത്ര മെച്ചമുള്ളതല്ല, കാരണം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു സംശയം പറഞ്ഞിരുന്നു, അമ്മ നടക്കുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്ത് റിസ്ക്കും ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോകാമെന്ന് അനിയത്തിയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കണം. കുറച്ച് അവർക്ക് വേണ്ടി നമ്മൾ സഫർ ചെയ്യണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യം ഏറ്റെടുത്ത് അങ്ങനെ അമ്മേനെയും അച്ഛനെയും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടോ അവർ ഇവിടെ വരുന്നത്. നമ്മൾ പലതവണ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എന്നാൽ അവർക്ക് ആ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മ എല്ലാം ആസ്വദിച്ച് നടന്ന് കാണുക കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ ലുലു മാൾ. നല്ല രസമുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങൾ എല്ലാം മാക്സിമം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നടന്ന് കാണിച്ചു കേട്ടോ. കാരണം ഒരുപാട് നടക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എസ്കലേറ്ററിൽ